എൻ്റെ ഫോട്ടോ വെച്ച് തെറ്റായ വാർത്ത വന്നു, എൻ്റെ ഫോട്ടോ വെച്ച് തന്നെ അത് തിരുത്തണം എന്നുള്ളതാണ്. ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, സത്യത്തിൽ എനിക്ക് വേണ്ടി മാത്രമല്ല. അവരൊന്നും മണികണ്ഠനെ അറിയില്ലേ? വേറൊരു മയക്കുമരുന്ന് കേസോ ഒരു സ്ത്രീ വിഷയവുമായിരുന്നെങ്കിൽ മനോരമ എൻ്റെ രാഷ്ട്രീയ ചിന്തയ്ക്ക് ചേർന്ന പത്രമല്ലാത്തതുകൊണ്ട് ജാതി എല്ലാം വെച്ചിട്ടായിരിക്കാം. ഞാനായതുകൊണ്ടാണോ എന്നറിയില്ല. മറ്റേതെങ്കിലും നടന്മാരായിരുന്നെങ്കിൽ മനുഷ്യന് വിലയുണ്ടാകണം. അവൻ്റെ മാനാഭിമാനത്തിനും അവൻ്റെ സ്വകാര്യതയ്ക്കും പേഴ്സണൽ ടോക്ക് അതെല്ലാം എഴുതി ഇവർ തന്നെ താഴത്ത് വെച്ച് തന്നെ തീർക്കാനുള്ള പരിപാടിയായിരിക്കാം. ഇപ്പം ദേശാഭിമാനിയിലാണ് വരുന്നതെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു വലിയ വിഷയമുണ്ടായി. വലിയ വിഷയമായിട്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടുന്ന മാധ്യമങ്ങൾ അന്ന് ചില മാധ്യമങ്ങൾ വാർത്ത ചെയ്തു. ഞാൻ ഗംഭീരമായിട്ട് വാർത്ത ചെയ്തു. മനോരമ പത്രം, മലയാളത്തിലെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന മനോരമ. എന്താണ് മനോരമയ്ക്ക് തിമിരം പിടിച്ചോ എന്നാണ് ചോദിച്ചത്. മുത്തശ്ശിക്ക് തിമിരം പിടിച്ചോ എന്നാണ് ഞാൻ തലക്കെട്ട് തന്നെ കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നടൻ മണികണ്ഠൻ്റെ ഒരു ഫോട്ടോ, വേറൊരു തട്ടിപ്പ് കേസിൽ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പകരം മണികണ്ഠൻ്റെ ഫോട്ടോ വെച്ച് നമ്മുടെ ഇഷ്ടപ്പെടുന്ന നടൻ, സംസ്ഥാന അവാർഡ് വാങ്ങിയ ആ മണികണ്ഠനെ തിരിച്ചറിയാത്ത നിലയിൽ മനോരമ ഒരു ഫോട്ടോ കൊടുത്തൊരു വാർത്ത ചെയ്തു. അന്ന് ഞാൻ മണികണ്ഠനുമായിട്ട് സംസാരിച്ചു, ഒരു അഭിമുഖത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ മണികണ്ഠൻ പറഞ്ഞു എനിക്കതൊന്നും വിവാദമാക്കാൻ താല്പര്യമില്ല, അത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തോളും, മനോരമയായിട്ട് സംസാരിച്ച് സെറ്റിൽ ചെയ്തോളും എന്ന് പറഞ്ഞെങ്കിലും ഇന്ന് മനോരമയ്ക്കെതിരെ അദ്ദേഹം ഒരു വക്കീൽ നോട്ടീസ് അയച്ചൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ കണ്ടു, വിളിച്ചു. അപ്പോൾ അദ്ദേഹമായിട്ട് ഈ കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി, ചോദിച്ചറിയുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അഭിമുഖം ഞാൻ എടുക്കുന്നത്. മണികണ്ഠ, നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം. അതോടൊപ്പം തന്നെ മണികണ്ഠൻ്റെ കൂടെ മണികണ്ഠനെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ അന്ന് മണികണ്ഠൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ കൂടെ വന്നിരുന്നു. ഒരു നിസാര തെറ്റായിട്ട് അവർ കണ്ടോ? പിന്നെയും എന്തുകൊണ്ടാണ് മണികണ്ഠൻ വക്കീൽ നോട്ടീസ് അയച്ചത്? ഇപ്പോൾ തുടക്കം പറഞ്ഞപ്പോൾ എന്താ പറയുക, മനോരമയായിട്ട് കോംപ്രമൈസ് ചെയ്യാം എന്നുള്ളൊരു ഇതല്ല. അതായത് ഞാൻ സൊസൈറ്റിയിൽ വന്നൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന് മറുപടി ഇടേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ആയിരിക്കണം അതിൻ്റെ മറുപടി അയക്കേണ്ടത്. അതിന് മുമ്പ് നമ്മൾ ഒരു മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ഇൻ്റർവ്യൂസ് കൊടുക്കാം, അല്ലെങ്കിൽ കുറേ ബഹളങ്ങൾ ഉണ്ടാക്കാം. അത് വേണ്ട. ഒരു വിഷയം ഉണ്ടായാൽ തമ്മിൽ സംസാരിച്ച് തീരുമെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലത്. അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത് എൻ്റെ ഫോട്ടോ വെച്ച് തെറ്റായ വാർത്ത വന്നു, എൻ്റെ ഫോട്ടോ വെച്ച് തന്നെ അത് തിരുത്തണം എന്നുള്ളതാണ് എൻ്റെ ഡിമാൻഡ്. അത്രയായിരുന്നു. അപ്പോൾ അതിന് അവർ തയ്യാറാവുമോ എന്നുള്ളൊരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അതല്ലാതെ വേറൊരു കോംപ്രമൈസ്, അല്ലെങ്കിൽ അവരെനിക്കൊരു വാർത്ത തരാം, എന്നെ സപ്പോർട്ട് ചെയ്യാം, അത്തരം കോംപ്രമൈസിന് അന്നും ഇന്നും തയ്യാറല്ല. ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, സത്യത്തിൽ എനിക്ക് വേണ്ടി മാത്രമല്ല. തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ജനം എന്ന് പറയുന്നത് എന്നെ സിനിമാ നടൻ മണികണ്ഠൻ എന്നുള്ള നിലയിലുമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതൊരു പൗരന് വേണ്ടിയിട്ട്, ഒരു അവകാശമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് സംഭവിച്ചാൽ എന്തായിരിക്കും എന്നുള്ള ഭീതിയുമാണ് എന്നെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ള 100% ഉറപ്പിലും കൂടിയാണ്. മറിച്ച് ഈ വിഷയം മറ്റൊരു കേസായിരുന്നെങ്കിൽ, ഇപ്പോൾ ഇത് സാമ്പത്തിക തട്ടിപ്പാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം എൻ്റെ സാമ്പത്തികം എന്താണ്, ഞാൻ എങ്ങനെയാണ്. ഇപ്പോഴും സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരനായി തന്നെ ജീവിക്കുന്ന ഒരു സിനിമാ താരമാണ്. അപ്പോൾ വേറൊരു മയക്കുമരുന്ന് കേസോ ഒരു സ്ത്രീ വിഷയവുമായിരുന്നെങ്കിൽ ഇത്രയും സപ്പോർട്ട് എനിക്കുണ്ടാവുമോ? ഉണ്ടാകില്ല. കാരണം അത് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഏരിയ അല്ല. സാമ്പത്തികം അവർക്ക് കണ്ടാൽ, അല്ലെങ്കിൽ എന്നെ അടുത്തറിയാവുന്നവർക്കെല്ലാം മനസ്സിലാവും എൻ്റെ സാമ്പത്തികം. ഞാൻ ഇക്കാലം തന്നെ ഇതിനു മുമ്പ് ആ വിഷയം നടക്കുന്നതിന് 2-3 ആഴ്ച മുമ്പ് വിളിച്ചിട്ട് കുറച്ച് പൈസ റോൾ ചെയ്യാൻ ചോദിച്ച ആളാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ റോൾ ചെയ്തും കിട്ടുന്നത് സ്വരുക്കൂട്ടിയും ലോണടച്ചും അത് കൂടുതൽ കിട്ടിയാൽ മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ അങ്ങനെ പോകുന്ന ഒരാളായതുകൊണ്ട്, അത് ജനത്തിന് മുഴുവൻ അറിയാവുന്നത് കൊണ്ടാണ് എനിക്ക് ഈ സപ്പോർട്ട് കിട്ടിയതും. മറിച്ചായിരുന്നെങ്കിൽ എൻ്റെ വീട്, എൻ്റെ കുടുംബം തന്നെ തകർന്നു പോയേനെ. ഞാൻ ഒന്നുമില്ലാതായിപ്പോയാൽ. ഞാൻ തിരുത്തി വരുമ്പോൾ എൻ്റെ വീട്ടിൽ ഭാര്യ ഉണ്ടാവില്ല, കുട്ടി ഉണ്ടാവില്ല, എന്നെ സ്നേഹിച്ച മലയാളികൾ ആരും ഉണ്ടാവില്ല. ഞാനൊരു പ്രതിയായി തീർന്നു. പിന്നെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞൊരു തിരുത്ത് എവിടെയെങ്കിലും എഴുതി കാണിച്ചാൽ
എൻ്റെ നഷ്ടപ്പെടുന്ന ലൈഫ് തിരിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. ഇതിപ്പോൾ ഞാനായതുകൊണ്ട് ഞാനൊരു സിനിമാ താരമായതുകൊണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതത്രയും വ്യൂസ് ഉണ്ടായി. മറിച്ച് ഒരു സാധാരണക്കാരനാണെങ്കിൽ അത് എത്ര പേര് ഷെയർ ചെയ്യപ്പെടും, എത്ര പേര് കാണും? എല്ലാവരെയും ഞാൻ അറിയിച്ചു വരുമ്പോൾ തന്നെ കുറേ പേരുടെ ഉള്ളിൽ അയാൾ കുറ്റവാളിയായി കഴിഞ്ഞു. ഇത് വായിക്കുക മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇന്നത്തെ കാലത്ത് പത്രം വായിക്കുകയല്ല, ഫോട്ടോ എടുത്തും വീഡിയോ ഇട്ടും പല ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദുബായിൽ നിന്നും അതേപോലെ തമിഴ്നാട്ടിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നാണ് എനിക്ക് വിളി വന്നിട്ടുള്ളത്. മലപ്പുറത്ത് നിന്ന് ഇപ്പം എൻ്റെ കൂടെ ആഷിഖ് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ ഇതറിഞ്ഞിട്ട് മലപ്പുറത്ത് പോയിട്ട് ആ പത്രം, അവൻ്റെ വീട് മലപ്പുറത്താണ്, ആ പത്രം കൊണ്ടുവന്ന് തന്ന്, അങ്ങനെയാണ് ഞാൻ പത്രം കാണുന്നത്. എൻ്റെ കയ്യിൽ പത്രം കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് വളരെയധികം വേദനിപ്പിച്ചു. ഒന്ന് പേഴ്സണലി മാത്രമല്ല, സൊസൈറ്റിയോട് ഇവർ കാണിക്കുന്ന, ഒരു പൗരനോട് ഇവർ കാണിക്കുന്ന ഒരു സാമൂഹിക ബോധം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം എന്താണ്? വളരെ സിമ്പിളായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇപ്പോഴും ആ സ്ഥാപനം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നണം. കാരണം അവർ, ഞാൻ അവകാശപ്പെടാതെ തന്നെ ഈ വീഡിയോ പോയതിൻ്റെ പിറ്റേ ദിവസം ശരിക്കും പറഞ്ഞാൽ തിരുത്തേണ്ടതല്ലേ അവർ? തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കാതെ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു നോട്ടീസ് അയക്കാതെ എൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു മനപ്രയാസം കണ്ടപ്പോൾ തന്നെ അത് തിരുത്തേണ്ടത് ഒരു നല്ലൊരു രീതിയിലായിരുന്നെങ്കിൽ അവർ തിരുത്തേണ്ടതായിരുന്നു. പക്ഷെ അത് ഒരു തരി പോലും കുറ്റബോധവും ഇല്ല, ഒരു തരി പോലും താഴ്മയില്ല, അല്ലെങ്കിൽ ചെയ്തത് തെറ്റായിപ്പോയെന്ന് അവർക്ക് തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ഞാനായതുകൊണ്ടാണോ എന്നറിയില്ല. മറ്റേതെങ്കിലും നടന്മാരായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ആയിരിക്കുമോ? ഇപ്പോൾ കുറച്ച് യൂട്യൂബേഴ്സ് അല്ലാതെ എന്നെ ഒരു ചാനലിൽ നിന്നും ആരും വിളിച്ചിട്ടില്ല. അല്ല, എനിക്കങ്ങനെ വിളിച്ചു പോയി പറന്ന് നടന്ന് ഇതൊരു ഗംഭീര വിഷയമാക്കി മാറ്റി ഒരു 10 കോടി എഴുതി, ഞാൻ മനോരമയുടെ പൈസ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയും മറ്റൊരാളുടെയും പൈസ കണ്ട് ഞാൻ ഒരു കാറും ബുക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു വീടും ബുക്ക് ചെയ്തിട്ടില്ല. എൻ്റെ അധ്വാനത്തിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഒഫീഷ്യലി എഴുതുമ്പോൾ നമ്മൾ നഷ്ടപരിഹാരം എഴുതുന്നതല്ലാതെ ഞാൻ പണം മോഹിക്കുന്നില്ല ഈ വിഷയത്തിൽ. ഒരേ ഒരു കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, മനുഷ്യന് വിലയുണ്ടാകണം. അവൻ്റെ മാനാഭിമാനത്തിനും അവൻ്റെ സ്വകാര്യതയ്ക്കും അവൻ്റെ വ്യക്തിത്വത്തിനൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ വില കൽപ്പിക്കണം. തെറ്റ് പറ്റിയാൽ തിരുത്താൻ തയ്യാറാവണം. അത് ഏത് രീതിയിൽ പറ്റിയോ അതേ രീതിയിൽ തന്നെ തിരുത്തണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഈ മൂവ്മെൻറ്റിൻ്റെ ഉദ്ദേശം. എനിക്ക് തോന്നുന്നു മണികണ്ഠൻ അന്ന് ഞാൻ വിളിച്ചപ്പോൾ മണികണ്ഠൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ഓർത്തിരുന്നു. ഇതൊന്നും വേണ്ട, അവരൊരു തിരുത്ത് എനിക്ക് ആവശ്യപ്പെടും. അങ്ങനെ തിരുത്ത് ആവശ്യപ്പെട്ടതിന് ശേഷം മണികണ്ഠൻ ഉണ്ടായിരുന്നു അവിടെ. മണികണ്ഠനെ കാണാൻ ആരെങ്കിലും വന്നു സംസാരിച്ചു? അതെങ്ങനെയായിരുന്നു? എന്താ പറയുക, എനിക്ക് മനോരമ ചാനലുമായിട്ടും പത്രമായിട്ടൊക്കെ വളരെ എനിക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു മാധ്യമ പ്രവർത്തകരുമായിട്ടും യൂട്യൂബേഴ്സായിട്ടോ ഈ ട്രോള് ചെയ്യുന്നവരായിട്ടോ ഒന്നും ഒരു പ്രശ്നവുമില്ലാത്ത ഒരാൾ. അവരെയൊക്കെ, അതായത് അവരുടെ ട്രോള് കൊണ്ടാണ് ഞാൻ പലപ്പോഴും സിനിമയില്ലാത്തപ്പോൾ പോലും ഞാൻ ജനങ്ങളുടെ മനസ്സിലിരിക്കുന്നതെന്ന് പല ഇൻ്റർവ്യൂസിൽ പറഞ്ഞു. എപ്പോഴും നന്ദി പറയുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് മാധ്യമമാണ്. കാരണം കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സിനിമയിലൂടെ രാജീവ് രവി എന്ന് പറയുന്ന സംവിധായകൻ പരിചയപ്പെടുത്തിയത് മണികണ്ഠൻ എന്ന് പറയുന്ന നടനെ മാത്രമാണ്. പക്ഷേ ഈ വ്യക്തി എന്താണ്, എങ്ങനെ ഉണ്ടായി, എങ്ങനെ വന്നു, എന്തെല്ലാം അനുഭവിച്ചു എന്നെല്ലാം അറിയിച്ചത്, എന്താ പറയുക, എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങാതെ എനിക്ക് വേണ്ടി എഴുതുകയും എനിക്ക് വേണ്ടി സമയം ചിലവാക്കി വന്ന്, എനിക്ക് ഒരു വ്യൂസും ഇല്ലാത്ത സമയത്ത്, എന്നെ ആർക്കും അറിയാത്ത സമയത്തും എന്നെ അറിയിച്ച മലയാളത്തിലെ മാധ്യമ പ്രവർത്തകരോടും സ്ഥാപനങ്ങളോടും എന്നും നന്ദിയും കടപ്പാടുമോടും മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ഒരു വൈരാഗ്യം എനിക്കില്ല. അപ്പോൾ മനോരമയായിട്ടും അതേപോലെ തന്നെയായിരുന്നു. എൻ്റെ എന്തെങ്കിലും വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ തൃപ്പൂണിത്തുറയിലെ പ്രാദേശിക ഒരു ലേഖകൻ പയ്യനുണ്ട്. അപ്പോൾ അവനാണ് ആദ്യം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. ഇപ്പോഴും മെസ്സേജുകൾ വരുന്നു. എൻ്റെ വൈഫിൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദിക്കുന്നു, ചേട്ടൻ എന്തെങ്കിലും കേസിൽ പെട്ടോ എന്ന് ചോദിക്കുന്നു. ഓൺലൈനിൽ ന്യൂസ് ഉണ്ടായിരുന്നു ഇതിൽ. അങ്ങനെ കുറേ പ്രഷർ വന്നപ്പോഴാണ് ഞാനിത് ചെയ്തതെന്ന് അവനോട് പറഞ്ഞു. ചേട്ടാ ഒന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് ഹൗസിലാണ് ഞാൻ അപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങോട്ട് വരാൻ പറഞ്ഞു. വന്ന വഴി ഈ പയ്യൻ എൻ്റെ കാലിൽ വീഴുകയാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഇതെന്തിന് ഇവൻ എൻ്റെ കാലിൽ വീഴണം? ഞാൻ ചോദിച്ചു, മോനെന്തിനാ എൻ്റെ കാലിൽ വീഴുന്നത്? അല്ല ചേട്ടാ, പറ്റിപ്പോയി, ഒരു അബദ്ധം, തെറ്റാണ്, പക്ഷേ ക്ഷമിക്കണം എന്ന് പറയാം. നീയാണോ ഫോട്ടോ കൊടുത്തത്? അല്ല ഞാനല്ല, അത് മലപ്പുറം എഡിഷനിൽ നടന്ന ഒരു സംഭവമാണ്. പിന്നെ നീ എന്തിനാ എൻ്റെ കാലിൽ വീഴുന്നത്?
അല്ല അത് ഞങ്ങളുടെ സ്ഥാപനമാണല്ലോ. ഓക്കെ, അപ്പം ഞാൻ സ്ഥാപനത്തിനോട് അത്ര കൂറുള്ള ഒരു തൊഴിലാളിയെന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. വേറെ ഒരു ഫേക്കോ അല്ലെങ്കിൽ വേറെ ഒന്നും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അമ്മയും കണ്ടുകൊണ്ടിരിക്കുക. അവർ ചോദിച്ചു, ഇതെന്തോ, എന്തിനാണ് എത്രയും താഴുന്നത്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അത് അവന് ആ സ്ഥാപനത്തിനോടുള്ള അവൻ്റെ സ്നേഹം അത് വിട്ട് കളിക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, അവൻ വന്ന് കോംപ്രമൈസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ അവിടെ ഞാൻ കോംപ്രമൈസ് ആയില്ല. ഞാൻ പറഞ്ഞു, ഇത് ചായക്കടയിലോ വീട്ടിലോ ഇരുന്ന് തീർക്കാനുള്ള പ്രശ്നമല്ല, ഇത് പത്രത്തിൽ തന്നെ തീരണം. നിൻ്റെ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ എറണാകുളത്തെ ഒരു ചീഫ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല, പേര് പറയുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തകൻ വന്നിട്ട് അവരുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ഇങ്ങനെ വാർത്ത മാത്രമായിരുന്നു ഹെഡ് ഓഫീസിൽ നിന്നുള്ളൊരു ഓർഡർ, അത് മലപ്പുറം റിപ്പോർട്ടർ തെറ്റിച്ചു അല്ലെങ്കിൽ അയാൾക്ക് തെറ്റിപ്പോയി എന്ന് വളരെ സിമ്പിളായിട്ട് 2 ലൈനിൽ തീർന്നു. ഞാൻ ചോദിച്ചു, ഇത് പറഞ്ഞപ്പോൾ 2 ലൈനിൽ തീർന്നു, പക്ഷേ അത് എൻ്റെ ലൈഫിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ OTT-യിലൊക്കെ അറിയാമല്ലോ. എന്തെങ്കിലും ഒരു ആരോപണം മതി, പടം പോലും എടുക്കില്ല. അപ്പോൾ അങ്ങനെ പല വിഷയങ്ങളും എനിക്ക് പല അഡ്വാൻസുകൾ ബ്ലോക്കായി. കാരണം പലതും ആയിരിക്കാം, പക്ഷെ എനിക്കിപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നതാണെന്നല്ലേ, പല കാരണമായിരിക്കാം. പക്ഷേ അങ്ങനെ എനിക്ക് പേടിയുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇനി എന്നെ വിളിക്കുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ആളുകൾ വിളിച്ചിട്ട് ചോദിക്കുക, അതിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊരു ബുദ്ധിമുട്ടുള്ള കേസാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് കൂടി. വീഡിയോ ഇട്ടില്ലായിരുന്നെങ്കിൽ ഇത് കണ്ടവർ, ഈ ഒരു പത്രം കയ്യിൽ കിട്ടിയ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കാണുക എന്നുള്ളതാണ്. അതെ, പിന്നെയാണ് ഒരു ഫോട്ടോയിലേക്ക് ആരും നോക്കൂ. അതെ, ആദ്യത്തെ ഹെഡിങ് വായിച്ചു. അത് അറസ്റ്റ് എന്ന് പറഞ്ഞാണ് എനിക്ക് ആദ്യം കേൾക്കുന്നത്. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്നത് സസ്പെൻഷൻ എന്നാണ്. അതെ, നടൻ മണികണ്ഠൻ സസ്പെൻഷനിൽ എന്ന് പറഞ്ഞിട്ടാണ് ഹെഡിങ്. പക്ഷെ എന്നോട് വന്നിട്ടുള്ള വോയിസ് മെസ്സേജുകൾ മണികണ്ഠനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് മനോരമയിൽ വന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ അവർ അതിന് കൃത്യമായി കാണുന്നില്ല. ഒരു കാഴ്ചയിൽ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനത്തെ തീരുമാനങ്ങൾ എനിക്ക് ദോഷമല്ലേ ചെയ്യണേ. അങ്ങനെ എന്താ പറയുക, അത് ഷെയർ ചെയ്യപ്പെടുക, അത് ഗ്രൂപ്പുകളിൽ പാസ് ചെയ്യപ്പെടുക. ഇത് ചീഫ് വന്നിട്ട് ഇതാണ് പറഞ്ഞത്. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അല്ല, മണികണ്ഠൻ അങ്ങോട്ട് വെച്ച ഡിമാൻഡ് എന്തായിരുന്നു? ഡിമാൻഡ് വെച്ചാൽ നമ്മുടെ ഒരു ആവശ്യമാണ്, ഡിമാൻഡ് അല്ല. എൻ്റെ ആവശ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഫോട്ടോ ഒരു വാർത്ത കറക്റ്റാണ്, നടന്ന സംഭവം, അതിൽ തെറ്റായി ഫോട്ടോ വന്നു. അപ്പോൾ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഈ ഫോട്ടോ മറ്റൊരു വാർത്തയിൽ തെറ്റായി ഉപയോഗിച്ചതിൽ മനോരമ മണികണ്ഠൻ എന്ന് പറയുന്ന നടനോട് ക്ഷമ ചോദിക്കുന്നു. ഇതുകൊണ്ടുണ്ടായിട്ടുള്ള മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള നഷ്ടങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം, എനിക്കൊന്നും നിങ്ങൾ തരണ്ട എന്ന് മാത്രം മതി. ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ പോകാൻ നിർത്തി ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, എനിക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം വന്നിട്ടുണ്ട്, ഇത് നിങ്ങളുടെ സാർമാരോട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും തന്നാൽ ഞാൻ വേണ്ടെന്ന് പറയില്ല, കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ട്. സത്യം, ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എൻ്റെ പ്രധാന ലക്ഷ്യം പൈസയല്ല, എനിക്ക് വേണ്ടിയുമല്ല, എനിക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടിയെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോയിൽ തന്നെ എനിക്ക് വേണ്ടിയുള്ള കാര്യം ഞാൻ ചെയ്തു. തീർച്ചയായിട്ടും എനിക്ക് തോന്നണം അത് പത്രം വായിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ അത് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് സമൂഹത്തിൽ ഇനി ആർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയും കൂടിയാണ്. അപ്പോൾ അത് രണ്ടാമത് പറഞ്ഞ കാര്യം ഞാൻ സൂചിപ്പിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഏറ്റവും അത്യാവശ്യമായ കാര്യം ഫോട്ടോ മണികണ്ഠന്റെ ഫോട്ടോ മാറ്റി അന്നത്തെ പ്രതിയുടെ ഫോട്ടോ വെച്ചു. അല്ല, അത് അയാളുടെ ഫോട്ടോ വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഈ മണികണ്ഠൻ ആചാരി എന്ന് പറയുന്ന നടന്റെ ഫോട്ടോ തെറ്റായ ഒരു വാർത്തയിൽ ഉപയോഗിച്ചതിൽ മനോരമ ക്ഷമ ചോദിക്കുന്നു. അയാൾക്കുണ്ടായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടും നഷ്ടങ്ങളും എല്ലാം ഖേദം പ്രകടിപ്പിച്ചാൽ മാത്രം മതി എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അതിനൊരു സാധനം അയച്ചു തന്നു. ഞാൻ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ ഇതിൽ പറയാൻ കഴിയില്ല. അവരൊരു സാധനം അയച്ചു തന്നു, അതിൽ ഞാൻ തൃപ്തനായിരുന്നു. കാരണം എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ഉള്ള ഒരു സാധനമാണ് അയച്ചു തന്നത്. അപ്പോൾ ഞാൻ വയലൻ്റായിട്ട് ആ പയ്യനോട് എനിക്കറിയാവുന്ന എന്താ പറയുക, കുറേ നാളുകളായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, ഇനി വേണ്ട, ഞാൻ വേറെ രീതിയിൽ പോയിക്കോളാം. കാരണം എനിക്ക് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. നിങ്ങളിനി തിരുത്തുന്നത് ഈ രീതിയിലാണ് തിരുത്തുന്നതെങ്കിൽ നമ്മൾ കുറ്റം ചെയ്ത് ജനം എന്നെ വെച്ചേക്കില്ല.
ആ രീതിയിൽ ഞാൻ എന്താ പറയുക, ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ എനിക്കെന്തോ തെറ്റ് പറ്റിയ പോലെയോ ഞാൻ ആ രീതിക്കാണ് അവർ എഴുതി അയച്ചത്. ആ രീതിയിലുള്ള ഒരു എഴുത്താണ് എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചത്. അത് ചോദിച്ചത് വലിയ ഉപകാരമായിപ്പോയി. ചോദിക്കാതെ ഇട്ടിരുന്നെങ്കിൽ ഈ പറഞ്ഞ ജനമൊക്കെ തിരിഞ്ഞാനെ, എല്ലാവരും തിരിഞ്ഞേനെ, ഉറപ്പായിട്ട് തിരിഞ്ഞേനെ. കാരണം ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ അടിയിൽ കമൻസ് നോക്കിയാൽ അറിയാം, ഇത് നടന്മാരും മാധ്യമമായിട്ടുള്ള ഒത്തുള്ള കളിയാണ്. പടം ഇല്ലാണ്ട് വരുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തമ്മിലുള്ള പരിപാടിയാണ്. പിന്നെ ഇവനൊക്കെ എന്തെങ്കിലും ഒരു ഷോയിലൊരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ഷമിച്ച് പോക്കോളും. ഇപ്പോഴും ഞാൻ പറയണത്, എനിക്ക് മനോരമയോടോ അല്ലെങ്കിൽ മറ്റാരുടെയോ ഒരു ഷോയോ ഒരു പൈസയോ ഒന്നും വേണ്ട. ഇത് സമൂഹത്തിൽ നടക്കാൻ പാടില്ല. എന്നിട്ട് അവർ അയച്ചു തന്നു. നമ്മൾ മണികണ്ഠൻ പറഞ്ഞു ഇത് പോരാ, ഇത് വേണ്ട എന്ന് പറഞ്ഞു. ഇനി ചെയ്യണ്ടെന്ന് തന്നെ പറഞ്ഞു. എനിക്ക് പിന്നെ അവരോട് ഒരു കോംപ്രമൈസ്, അതായത് അങ്ങനത്തെ കോംപ്രമൈസ് നടക്കുമെന്നുള്ള വിശ്വാസം പോയി. കാരണം അവർ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞല്ലോ, പേഴ്സണൽ ടോക്ക്, അതെല്ലാം എഴുതി. അതിപ്പോൾ ഇവിടെ ഇരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണോ? അല്ല, ഒരിക്കലും അല്ല. അതൊക്കെ എഴുതിയവർ, അതൊക്കെ എഴുതി. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ റെക്കോർഡ് ചെയ്തോ? അപ്പോൾ അവൻ ഇല്ല, മാധ്യമപ്രവർത്തനമാണല്ലോ ചേട്ടാ, അത് ഓർമ്മയിൽ വെക്കാനുള്ള ഒരു സ്കില്ല്. അപ്പോൾ അവനാണ് എഴുതിയത് അയച്ചു കൊടുത്തത്. അതെ, അവനാണ് എഴുതി എനിക്ക് അയച്ചു തന്നത്. ഇങ്ങനെ മതിയോ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ഹെഡ് ഓഫീസിൽ നിന്ന് തന്നതെന്നാണ്. ഞാൻ അവനായിട്ട് വയലൻ്റ് ആയപ്പോൾ അവൻ പറഞ്ഞ് ഹെഡ് ഓഫീസിൽ നിന്ന് തന്നാണ്, ഞാൻ ചേട്ടനെ കാണിച്ചെന്നുള്ളൂ, ചേട്ടന് ഇത് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാം. എന്നിട്ട് ചേട്ടന് പറഞ്ഞാൽ എഴുതിത്താ, ഞാനത് ഇടാന്ന് പറഞ്ഞു. അപ്പം എനിക്കത് ഞാൻ എഴുതി കൊടുത്താൽ പോലും അത് തന്നെ വരും എന്ന് എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ അത്ര ഓർമ്മ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഓരോ കാര്യവും എഴുതി വെച്ച് എന്നെ ഇൻ്റർവ്യൂ ചെയ്തതാക്കി മാറ്റിയപ്പോൾ, അത്രയും ബ്രില്യൻസ് അവർ കാണിച്ചപ്പോൾ എനിക്ക് പിന്നീട് അവരുമായിട്ട് അങ്ങനെ പോകാനുള്ള ധൈര്യം ഇല്ല. ഞാൻ വക്കീലിനെ സമീപിച്ചു, നോട്ടീസ് അയച്ചു. അതെ, അവിടെ അവരൊരു തിരുത്തി എന്ന് പറയുന്നത് തിരുത്തിയിട്ടുണ്ട്. അത് കുറേ എഴുത്തുകളുടെ ഇടയിൽ അവസാനം ഇങ്ങനെ നടൻ മണികണ്ഠൻ ആചാര്യയുടെ ഫോട്ടോ എന്ന് പോലും പറഞ്ഞില്ല, മണികണ്ഠൻ ആചാര്യ. അത് ഞാൻ എന്താ പറയുക, ഉണ്ട്, അത്ര കട്ടിങ് ഉണ്ട്. അത് ഒരു ചെറിയ കോളം, അത് അവിടുത്തെ എഡിഷനിൽ മാത്രം, മലപ്പുറം മാത്രം. പക്ഷെ ഇത് കണ്ടിരിക്കുന്ന മലപ്പുറം മാത്രമല്ല, ലോകം മൊത്തം കണ്ടു. അപ്പം മണികണ്ഠ പറഞ്ഞതിൽ പറഞ്ഞിരുന്നോ ഇത് നിങ്ങൾ ഓൾ എഡിഷനിൽ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നോ? അങ്ങനെ പറഞ്ഞത് പ്രധാന പേജിൽ കൊടുക്കണമെന്നും വലുതാക്കി തന്നെ കൊടുക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അത് അപ്പോൾ അവർ ഓൾ എഡിഷൻ കൊടുക്കാമെന്നും പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ തന്ന ഈ സാധനം എനിക്ക് അവരുമായിട്ടുള്ള വിശ്വാസം നഷ്ടപ്പെടാനുള്ളൊരു കാരണം, അത്രയും വളച്ച് ചുരിച്ച് എന്താ പറയുക, എല്ലാവർക്ക് അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, ഞാനല്ല മണികണ്ഠൻ, ഇനി ഞാൻ വിവാദത്തിനില്ല. അത് മണികണ്ഠൻ പറയുന്നതായിട്ട് ഞാൻ പറയുന്നതായിട്ട് അവർ എഴുതിയേക്കാം. അതാണ് തലക്കെട്ട്. അതാണ് തലക്കെട്ടായിട്ട് അവർ എഴുതി തന്നത്, ഞാനല്ല മണികണ്ഠൻ, ഇനി വിവാദത്തിനില്ല. മണികണ്ഠൻ അവർക്ക് അഭിമുഖം കൊടുത്ത പോലെ. അതെ, ആ രീതിയിൽ അവർ തന്നപ്പോൾ എനിക്ക് പിന്നീട് എനിക്ക് അവരോടുള്ള ഇതിപ്പോൾ അവരുടെ എന്താ പറയുക, ആ സ്ഥാപനത്തിൻ്റെ ഹെഡ് ഓഫീസിലൊക്കെ അറിയുമോ എന്നൊന്നും എനിക്കറിയില്ല. ഇവർ തന്നെ താഴത്ത് വെച്ച് തന്നെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കാം. എനിക്കറിയില്ല, അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും അറിയില്ല. എന്തായാലും ഇത് ഈ രീതിയിൽ തിരുത്താതെ എന്തായാലും പിന്നോട്ട് പോകില്ല. ഇപ്പോൾ പലരും പറഞ്ഞു, മനോരമ എന്ന് പറയുന്നൊരു പത്രം കേരളത്തിലെ ഏറ്റവും ലീഡിങ് പത്രം, മുന്നിൽ നിൽക്കുന്നൊരു മാധ്യമമാണ്. എല്ലാ രീതിയിലും ഫൈറ്റ് ചെയ്യുന്ന. അപ്പോൾ എൻ്റെ ബലം എന്ന് പറയുന്നത് സാധാരണക്കാരനാണ്. ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ട് മാത്രമാണ്, സാധാരണക്കാരന് വേണ്ടിയിട്ടും കൂടിയാണ്, എനിക്കും എന്നെപ്പോലെ ഉള്ള മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ പറയുക, സൊസൈറ്റി എൻ്റെ കൂടെ ഉണ്ടാവും, സമൂഹം എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സത്യസന്ധമായി മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തുന്ന മാധ്യമങ്ങൾ ഇത് ഈ പറയുന്നത് എന്നെ കേൾക്കാൻ വരും എന്നും പ്രതീക്ഷിക്കുന്നു. ഇല്ല, മണികണ്ഠൻ അവിടെ ഏറ്റവും പ്രധാന മണികണ്ഠൻ ഇപ്പോൾ പറഞ്ഞു, മണികണ്ഠനെ പോലെയുള്ള ആളെ ആ ഒരു ഏതാണ് ആ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും മനോരമയിലൊരു സാധനം ചെയ്യുമ്പോൾ അത് പ്രൂഫ് ചെയ്യാൻ ഒരാളുണ്ടാവും, പടം വെച്ചു അത് നോക്കും, എന്നിട്ടാണ് ആ പ്രിൻറ്റിങ്ങിൽ പോകുമ്പോൾ അവിടെ നോക്കണം. 2 or 3 ഘട്ടം കഴിഞ്ഞിട്ടാണ് പ്രിൻറ്റിലേക്ക് പോകുള്ളൂ. അവരൊന്നും മണികണ്ഠനെ അറിയില്ലേ? അതാണ് എനിക്ക് എന്താ പറയുക, ആ ഫോട്ടോ മാമാങ്കം സിനിമയുടെ ഒരു പ്രോഗ്രാം
ഇവിടെ കുണ്ടന്നൂർ വെച്ച് നടന്നിരുന്നു. അപ്പോൾ മനോരമ കൊളാബ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് പോയിട്ടുള്ള ഫോട്ടോയാണ്. പഴയ ഫോട്ടോയാണ്, പഴയ ഫോട്ടോ അടിച്ചിട്ടുള്ള ഫോട്ടോ അടിച്ചിട്ടുള്ള അത് ആ വാർത്തയ്ക്ക് പറ്റുന്ന ഫോട്ടോ. ആ ലുക്ക് അത് വന്നല്ലോ, ലുക്ക് അതാണ്. ഭീകരനാണ്. ഞാനതിൽ തുറമുഖത്തിന് വേണ്ടിയിട്ടോ ഏതൊരു പടത്തിന് വേണ്ടിയിട്ട്, തുറമുഖമാണോ ഏതോ ഒരു പടം, അല്ല ഇത് സോളമന്റെ തേനീച്ചകൾ, അതിന്റെ ലുക്കിന്റെ ഫോട്ടോ അന്ന് പരിപാടിക്ക് വന്നപ്പോൾ ആ ലുക്കിലാണ്, ആ ലുക്കിലാണ് വന്നത്. ആ ഫോട്ടോ വെച്ചാണ് ഇവരടിച്ചത് അല്ലേ. അതെ. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാം. മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു സാധാരണ മനുഷ്യൻ അല്ലേ, നടനാണ്, ഒത്തിരി സിനിമയിൽ അഭിനയിച്ചു, തമിഴ് ഉൾപ്പെടെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും അഭിനയിക്കാൻ പോകുന്നു. അത്രയും ഒരു ആക്ടർ. ഇവിടെ ഒരു മണികണ്ഠൻ ഒരു സാധാരണ ആളായിട്ടാണ് ഇവർ കാണുന്നത്. ആക്ടർമാർ പല രീതിക്ക് ഇവർ വലിപ്പ ചെറുപ്പം കാണുന്നുണ്ട്. ഇത് മറ്റൊരാൾക്ക്, മണികണ്ഠൻ തുടക്കത്തിൽ പറഞ്ഞു തരാം, മറ്റൊരാൾക്കാ സംഭവിച്ചെങ്കിൽ ഇവർ ഈ തിരുത്തായിരിക്കും തിരുത്തുന്നത് ചിന്തിച്ചു വയ്ക്കുക നമ്മൾ. അതെ. ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ വീട്ടിൽ ചെല്ലും, നമുക്കതൊന്നും വേണ്ട. ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ വേറെ മൂന്നാമനെയും കൂട്ടി വീട്ടിൽ ചെല്ലും പ്രശ്നം തീർക്കാൻ. കേരളത്തിലെ മന്ത്രിമാരുടെ കൂടെ പോവും പ്രശ്നം തീർക്കാൻ, ഇല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ ഉണ്ടാവുകയുള്ളൂ. മണികണ്ഠന് ഒരു വില കൽപ്പിക്കുന്നില്ല അവർ. മണികണ്ഠനെന്നല്ല, മണികണ്ഠനായിട്ട് കണ്ട സമൂഹത്തിലെ ഒരു വ്യക്തിയായിട്ടാണ്, വ്യക്തികളെ അത് അവിടെ വലിപ്പ ചെറുപ്പം ഇവർ കാണുന്നു. അല്ല, അതാണ് അതിനകത്ത് പോയിന്റ് അല്ലേ. അതായത് ആ വ്യക്തിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ടാണ് വില കൊടുക്കുന്നത്. അയാളുടെ സാമ്പത്തികം, അയാളുടെ സാമുദായികം, അയാളുടെ മറ്റ് പിടുത്തങ്ങൾ, ജാതി എല്ലാം വെച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും തുല്യമായ ഒരു നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും അതിൽ കൂടുതൽ എന്താ പറയുക, നമുക്ക് ഇത്രയേ ഉള്ളൂ, ആരും ഉപദ്രവിക്കാതിരിക്കുക, ആരും എത്ര പേർ. ഇതിപ്പോൾ എനിക്ക് ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമല്ലല്ലോ. അല്ല. ഈ പത്രത്തിന് തന്നെ പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ, ഇല്ലേ, ചരിത്രമുണ്ടല്ലോ. യാദൃശ്യമായിട്ട് സംഭവിക്കും ഒരു പിഴവ് നമ്മൾ, പക്ഷെ ആ പിഴവ് കണ്ട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതിന് പോലും ആ തിരുത്ത് നമ്മൾ പറയുന്ന രീതിക്ക് ഇപ്പോൾ എൻ്റെ വായന്ന് ഒരു അബദ്ധം വീണാൽ എൻ്റെ അബദ്ധമാണത്, ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും ചെറുതാവുന്നില്ല, അവിടെ വലുതാവേ ഉള്ളൂ. അത് തിരുത്തി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, തെറ്റുപറ്റുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അത് തിരുത്തുന്നത് അതിന് കുറച്ച് ദൈവികതയും കൂടി വേണം. തിരുത്തണം എന്ന് പറയുന്നൊരു മനസ്സുണ്ടാവണമെങ്കിൽ കുറച്ച് അപ്പം അത് ഇല്ല അവർക്ക്. അല്ലേ, പ്രൊജക്റ്റുകൾ നഷ്ടപ്പെടാം. നേരത്തെ പറഞ്ഞ പോലെ തമിഴ് പടത്തിൽ നിന്നാണ് വിളിച്ച് അവിടുത്തെ അല്ലേ പ്രൊഡക്ഷൻ കൺട്രോൾ, അവരെന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കും, ഞാൻ തന്നെയാണോ ഈ അറസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ കയ്യിലില്ലല്ലോ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ വിവരം അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ കൂടെ അസിസ്റ്റൻറ്റോ മാനേജറോ ആരും ഇല്ല. ഞാൻ പറഞ്ഞ ഒരു ആഷിക്കായിരുന്നു നേരത്തെ, ഇപ്പോൾ അവൻ വേറെ ഇൻഡിപെൻഡൻ്റായിട്ട് ഡയറക്ഷൻ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നു. അപ്പോൾ ഞാൻ വേറൊരാളെ വെച്ചിട്ടുമില്ല. അപ്പോൾ കണക്ട് ചെയ്യണമെങ്കിൽ എന്നെ തന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ അത് കാരണം അവർ നേരിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാതിരിക്കുക. പോലീസുകാരെല്ലാണോ ഫോൺ ഇരിക്കണമെന്നും അറിയില്ല, അറസ്റ്റ് ആണല്ലോ. ഞാൻ എൻ്റെ ശബ്ദമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി കുറച്ച് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ശ്രീജിത്ത് എന്ന് പറഞ്ഞ്, മലപ്പുറംകാരനാണ്, ഇപ്പോൾ ഗൾഫിലാണ്, പുള്ളി അത് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥകൾ. അല്ല, ഇതിൽ വരുന്ന നഷ്ടം വലുതാണ്. മണികണ്ഠ ഭാവിയിലുണ്ടായ നഷ്ടം, ഈ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഞാൻ ഇപ്പോഴും ഓർത്തു, ഒരു പെണ്ണ് കേസായിരുന്നെങ്കിൽ. അല്ല, അതെൻ്റെ ഭാര്യയെ ഞാൻ തിരുത്തി വരുമ്പോൾ തന്നെ എത്ര നാളിടിക്കും, അത് പെട്ടെന്ന് പ്രതിയാവും ആ കേസ്. പിന്നില്ലേ, പിന്നീട് ഒന്നാമത് സിനിമാക്കാരൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇമേജ് ഇതിനൊക്കെ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ വിഷയങ്ങൾ, ഹേമ കമ്മിറ്റി വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് അടുത്ത തട്ടിപ്പ് കേസാവുന്നത്. അതെ, സാമ്പത്തിക തട്ടിപ്പിലെ പ്രതിയായി മാറുന്നത് മനസ്സറിയാത്ത സംഭവത്തിൽ. ഇതിൽ സപ്പോർട്ട് പല മേഖലയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. താരസംഘടന അമ്മയെ അറിയിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ട് ഇപ്പം ഞാൻ ചെയ്ത വഴി തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ ഞാൻ അമ്മയെ ഒരിക്കലും, സംഘടനയെ ഒരിക്കലും തള്ളിപ്പറയുകയോ കുറ്റം പറയുകയോ ഇല്ല. കാരണം അമ്മ ഇന്ന് നേരിടുന്ന ഒരു അവസ്ഥയിൽ പുറത്തേക്ക് വന്ന് എനിക്ക് വേണ്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഇടാനോ പറ്റിയ അവസ്ഥയിലല്ല. പല പ്രശ്നങ്ങളിൽ നിന്നും എന്താ പറയുക, പല ആരോപണങ്ങളിൽ നിന്നും ഒന്ന് പൊങ്ങി വരാനായിട്ടുള്ളൊരു സമയമെടുക്കുകയാണ്. അല്ലെങ്കിൽ അതൊക്കെ തിരുത്താനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനും ശരിയാണോ തെറ്റാണോ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അവർ വന്നില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ അവർ ചെയ്തില്ല എന്ന് പറയുന്ന ഒരു പരാതി എനിക്കില്ല. കേട്ടു തന്നെ
കേട്ടിട്ടുണ്ട്, എനിക്ക് സപ്പോർട്ടുണ്ട്. അതെ അതെ. ആ രീതിയിൽ അല്ല, ഞാനും വിളിച്ചപ്പോൾ മണികണ്ഠൻ്റെ കൂടെ ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അതെ അതെ ഞാൻ അമ്മയെ വിളിച്ചിരുന്നു. മണികണ്ഠൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ. മണികണ്ഠൻ പറഞ്ഞ പോലത്തെ ഒരു സംഭവത്തിൽ നിൽക്കുന്നുണ്ടാണ്. നിയമപരമായി തന്നെ പോകുന്ന അതിന് നിയമപരമായിട്ട് ഈ രീതിയിൽ അവർ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നിയമപരമായി തന്നെ പോവുക, അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളത് ജനം തന്നെയാണ്. ഓരോരുത്തരും അതിൻ്റെ ഇപ്പോൾ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചതിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ നോക്കിയാൽ അറിയാം എത്രത്തോളം ഈ സ്ഥാപനത്തിനോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടെന്ന്. എനിക്ക് ചിലപ്പോൾ ചില കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ദൈവം ഇങ്ങനെ വേണ്ടായിരുന്നു പക്ഷെ അത്രമാത്രമാണ് പറയുന്നത്. അത് അവരുടെ വികാരമാണത്. അത്രമാത്രം നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇപ്പോഴാണ് ഞാനും അറിയുന്നത്. നമ്മളിതിനെയൊന്നും ചകയാൻ പോയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, നിയമ പോരാട്ടത്തിൽ തന്നെ ഒരുങ്ങി. അതെ, അത് നീതി തീർച്ചയായിട്ടും ലഭിക്കും വരെ പോരാടും. ഇവിടെയൊക്കെ സാമ്പത്തിക ചെലവുണ്ട് മണിയുണ്ട്. സാമ്പത്തിക ചെലവുണ്ട്. അത് നോക്കണം. എന്തായാലും അത് വഴിയെ കാണാം. അല്ല, എനിക്ക് മണികണ്ഠനെ അറിയാം, അതെ, സാമ്പത്തികവും അറിയാം, മണികണ്ഠനെ അടുത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ആ മണികണ്ഠന് ഒരു ഇത് വരുമ്പോൾ ജനം ഉണ്ടാവും മണികണ്ഠൻ കൂടെ. തീർച്ചയായിട്ടും. എന്തായാലും ഞാനിത് എൻ്റെ സ്വത്തിനെയോ ജീവനെയോ ഭയന്നിട്ട് ഇതിൽ നിന്ന് വെറുതെ പിന്മാറില്ല, ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് മാറില്ല. അല്ലെങ്കിൽ ന്യായമായ രീതിയിൽ തിരുത്ത് വന്നാൽ അവസാനിപ്പിക്കും. എനിക്ക് ആ തിരുത്ത് മാത്രമാണ് വിഷയം. മണികണ്ഠൻ ആവശ്യപ്പെട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് ഇതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്ന ഒരു സാധനം അത് ഒഫീഷ്യലി നമ്മൾ കത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കാവുന്ന നമ്മൾ ഇപ്പോൾ 10 കോടി എഴുതുകയെന്ന് വെച്ചാൽ 10 കോടി ഇപ്പം നഷ്ടം വന്നു എന്നല്ല. ഞാനൊരു സൗത്ത് ഇന്ത്യൻ ഫിലിം ആക്ടറാണ്. തെലുങ്കിലും തമിഴിലൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ആ ശമ്പളം വാങ്ങിക്കാൻ പാടില്ലായില്ല അല്ലേ? അതെ. ഇപ്പോൾ വിനായകൻ ചേട്ടൻ ഇന്ന് തെലുങ്കിലും തമിഴിലും കന്നഡയിലും ഒക്കെ പ്രധാനപ്പെട്ട വില്ലനും ഉപനായകനുമായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ എനിക്ക് എത്താൻ പാടില്ലായില്ല. സാധ്യതയുള്ള ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 100%. അപ്പോൾ എനിക്ക് എന്തായാലും ഈ പറയുന്ന പൈസ എനിക്ക് വരാൻ ഉള്ളതാണ് എന്നുള്ള ഒരു പോയിന്റിലാണ് നഷ്ടപരിഹാരം എഴുതപ്പെടുക. അതൊരു ഒഫീഷ്യൽ അത് എഴുതണമല്ലോ. പക്ഷേ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു തിരുത്ത് നമ്മളുടെ ഫോട്ടോ അനാവശ്യമായി ആദ്യമായിട്ട്, അതായത് ജീവിതത്തിൽ ഓരോ സെക്കൻഡും ആലോചിച്ചാണ് ഓരോ കാര്യം ചെയ്യുന്നത്. പേടിച്ചും ആലോചിച്ചും ശ്രദ്ധിച്ചുമാണ്. അത് ഈ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് എൻ്റെ നാടും എൻ്റെ നാട്ടുകാരുമാണ്. അവർക്ക് വിരോധമായി ഒന്നും സംഭവിക്കരുത്, അല്ലെങ്കിൽ അവരെന്നെ വെറുക്കുന്ന രീതിയിൽ ഒന്നും നമ്മുടെ പേരിൽ ആ നാട്ടിനൊരു കളങ്കം വരരുത് എന്ന് പറയുന്ന ഒരു കോൺഷ്യസ് ആയിട്ടുള്ളൊരു ശ്രദ്ധയോടെ ഉള്ളൊരു ജീവിതമുണ്ട്. അപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ അങ്ങനൊരു ചീത്തപ്പേരിന് അല്ലെങ്കിൽ അങ്ങനൊരു വിധേയനാവേണ്ട വന്നപ്പോൾ ഉണ്ടായ ഒരു അമർഷമുണ്ട്, സങ്കടമുണ്ട്. അത് തിരുത്തണം, അതിങ്ങനെ തന്നെ തിരുത്തപ്പെടണം എന്നുള്ളതാണ്. ഞാൻ വീഡിയോ ചെയ്ത് തിരുത്തുക എന്നുള്ളതല്ല എൻ്റെ ശരി. അത് ആ പത്രത്തിൽ തന്നെ. എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് മണികണ്ഠൻ ആദ്യം മനസ്സ് തുറന്ന് സംസാരിച്ച് എൻ്റെ അടുത്തായിരിക്കും. അതെ, ഞാനിത് അധികം സംസാരിക്കാനും ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വിളിച്ചാലും ഒരുപാട് പോവാൻ, കാരണം ഞാനിതൊരു ഉത്സവമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ തന്നെ വരാൻ ആഗ്രഹിച്ചിട്ടല്ല. അത് എന്നെ ഏറ്റവും ആദ്യം വിളിച്ച മാധ്യമപ്രവർത്തകൻ താങ്കളാണ്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത്, ഞാൻ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇക്കൊക്കെ ചെയ്യാം, പക്ഷേ എനിക്ക് അതിനുള്ള മാനസികാവസ്ഥ വരട്ടെ, ഞാൻ നിയമപരമായിട്ട് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുവരെ വെയിറ്റ് ചെയ്തു. എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് എന്നെ പ്രൊവോക്ക് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അതിൻ്റെ ഒരു അന്തസ്സ് അല്ലെങ്കിൽ ആ ഒരു വാക്ക് പാലിച്ചുകൊണ്ട് ഞാൻ വന്നു പറഞ്ഞു. ഇനി ഇത് ഒരുപാട് ചാനലുകളിൽ പോയി വൈകുന്നേരത്തെ ചർച്ചയിലിരിക്കാനോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ എന്താ പറയുക താറുമാറാക്കാനോ ഒന്നുമില്ല. എൻ്റെയും കൂടി അഭിമാനമാണെന്നേ. മാതൃഭൂമിയും മനോരമയും ദേശാഭിമാനിയും ഇതൊക്കെ എൻ്റെയും കൂടി, മലയാളി എന്ന് പറയുന്ന എൻ്റെയും കൂടി അഭിമാനം. അപ്പോൾ അതിനെയൊക്കെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഞാൻ എന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണെന്ന് തന്നെ കാണുന്നത്. പക്ഷെ ആ തെറ്റ് തിരുത്തിപ്പോട്ടെ. മോശമായി പോയാൽ അത് എനിക്കും കൂടി മോശമല്ലേ? അതെ തീർച്ചയായിട്ടും. ഞാൻ മനോരമ ഇല്ലാതാവാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ മനോരമയായിട്ട് എനിക്ക് ഇപ്പം ദേശാഭിമാനിയിലാണ് വരുന്നതെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറും.
ദേശാഭിമാനി എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പത്രമാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പത്രമാണ്. ഈ ദേശാഭിമാനിയിൽ എന്നെപ്പറ്റി ഒരു തെറ്റ് വന്നാൽ ഞാനത് നേരിട്ട് സംസാരിക്കും. അവരത് തയ്യാറായില്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത് ജനത്തെ അറിയിക്കും. ഉറപ്പുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ആ വാദത്തിലേക്ക് കിടക്കുന്നില്ല. ദേശാഭിമാനി, മനോരമ അല്ലെങ്കിൽ ആ രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല. തിരുത്താൻ തയ്യാറാണ്. അതാണ് ഇതിനകത്ത് ഞാൻ പറയുന്നത്. എനിക്ക് ഇതിനകത്ത് രാഷ്ട്രീയ വൈരാഗ്യങ്ങളില്ല. മനോരമ എൻ്റെ രാഷ്ട്രീയ ചിന്തയ്ക്ക് ചേർന്ന പത്രമല്ലാത്തത് കൊണ്ട് മുന്നിട്ട് വന്നതല്ല. അല്ലെങ്കിൽ മനോരമ ഞാനുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് ഞാൻ മുന്നിട്ട് വന്നതല്ല. എൻ്റെ പ്രശ്നം ഇത് ഇനി സംഭവിക്കരുത്. വേറെ ഒരു പത്രത്തിലും, വേറെ ഒരു മീഡിയയ്ക്കും സംഭവിക്കരുത്. ഇപ്പോൾ ഒരു പ്രധാന നടനെക്കുറിച്ച് ഈ ഹേമ കമ്മിറ്റി വിഷയങ്ങളുണ്ടാകുമ്പോൾ ഒരു സ്റ്റാറിങ് നടനെ പറ്റി ഒരു ലേഡി പറയുന്നു, അവിടെയാണ് ഇവിടെയാണ് മറ്റതാണ്, കുറേ കഥകൾ പറയുന്നു, അവിടെ കൊണ്ടുപോയി പൂട്ടിയിട്ടു അത് ഇതെന്ന്. ഇത് ഷൂട്ട് ചെയ്യുന്നവനും അത് എഡിറ്റ് ചെയ്തവനും അത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നവനൊക്കെ ഇത് ഒന്ന് ലോജിക്കലി ആലോചിക്കില്ല. ഇതിങ്ങനെ സംഭവിക്കുമോ? ഇതൊന്ന് അന്വേഷിക്കണോ? ഇത് വിടുന്നതിന് മുമ്പ് ഇതൊന്ന് ആലോചിക്കണ്ടേ? വേണ്ടേ? തീർച്ചയായിട്ടും. എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഒന്നുമില്ലാതെ ആ ചാനലിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്ന ഒറ്റ കച്ചവടം എന്ന് പറയുന്ന ഒറ്റ ചിന്തയിൽ മാത്രം അതങ്ങോട്ട് വിടുകയാണ്. വിട്ടിട്ട് നിങ്ങൾ പറഞ്ഞ ഒരു സ്ത്രീകൾക്ക് മാത്രമല്ല അഭിമാനമുള്ള, പുരുഷന്മാർക്കും അഭിമാനമുണ്ടെന്ന് കോടതി എടുത്തു വെച്ചു. ഈ വിഷയങ്ങളുമായിട്ട് ഹേമ കമ്മിറ്റി വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. ആ നടൻ അത് ഉടനെ തന്നെ അതിന് പ്രതികരിച്ചു. അതുകൊണ്ട് തന്നെ കണ്ടെത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ മറ്റ് ഡാമേജുകൾ ഇല്ലെങ്കിൽ പോലും ആദ്യം ഈ വാർത്ത കണ്ടവർ അവരുടെ മനസ്സിലുണ്ടായ ആദ്യത്തെ ഒരു കളങ്കം ഉണ്ടല്ലോ, അതവിടെ നിൽക്കും. അതെ, എക്കാലവും നിൽക്കും. അപ്പോൾ എന്താ പറയുക, ഇത് നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആദ്യത്തെ ഒരു പ്രഷറുണ്ട്. അതിനെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വേദനയുണ്ട്, അതിനെ എന്ത് തിരുത്തിയാണ് സമാധാനിപ്പിക്കുക? തെറ്റ് പറ്റിപ്പോയി, സോറിയോ പറയാൻ എളുപ്പമാണ്. അപ്പോൾ ചെയ്യണതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക. നമുക്ക് സഹോദരങ്ങളുണ്ട്, നമ്മളെ പറ്റിയാണെങ്കിൽ നമുക്കിത് സഹിക്കാൻ പറ്റുമോ? നമുക്ക് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഞാൻ എൻ്റെ ആദ്യകാലങ്ങളിൽ എനിക്ക് മീഡിയയോട് സംസാരിക്കാൻ പേടിയും അറിവില്ലായ്മയും ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോൾ ഈ വാക്കുകൾ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വരുന്നതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഫ്ലോ ഉണ്ടായതാണ്. നിങ്ങളൊക്കെ തരുന്ന ധൈര്യം കൊണ്ട് ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ ധൈര്യമുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ വാക്കുകൾ വരും. അതില്ലാത്തൊരു സമയത്ത് പല അബദ്ധങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അബദ്ധങ്ങളൊന്നും ഒരാൾ പോലും ഇട്ടിട്ടില്ല. അവരെഡിറ്റ് ചെയ്തത്, അവരെന്നോട് ചെയ്ത വലിയൊരു എന്നുവെച്ചാൽ അന്ന് വേണമെങ്കിൽ ജനത്തിന് ഓപ്പോസിറ്റ് ആക്കുന്ന രീതിയിൽ അവർക്കത് തമ്പാക്കാമായിരുന്നു. അന്നൊക്കെ നമ്മൾ കൂടെ നിന്നു. ഒരു മാധ്യമ പ്രവർത്തനം നമ്മളെ നശിപ്പിച്ചിട്ടില്ല. നമ്മൾ നല്ലതും പറയണമല്ലോ. അതെ അതെ, മോശം മാത്രമല്ല. ഇപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് പരാതിയില്ല. സംഭവിച്ചിട്ട് ഇത് മാറ്റുന്ന കാര്യത്തിൽ ഈ കിടന്ന് ഉരുണ്ട് കളിക്കുന്നതിലാണ് പരാതി. സംഭവിച്ചു, ഓക്കെ, ഇത് മാറ്റുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അവിടെ മാത്രമേ നമുക്ക് അവിടെയാണ് പരാതി. സത്യത്തിൽ ഇത് കേട്ടു ആ ഒരു അമർഷവും ദേഷ്യവും സങ്കടവും കൊണ്ട് ഫോൺ എടുത്തു, വീഡിയോ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ആലോചിച്ചപ്പോൾ തെറ്റിപ്പോൾ എനിക്ക് പറ്റിയിട്ടില്ലേ, അങ്ങനെ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നത് ശരിയല്ല എന്ന് ഞാൻ എന്നെ ഉപദേശിക്കുകയും ചെയ്തു. അവർ തിരുത്തുമല്ലോ, എന്തായാലും അവർ വരും. ഇത്ര നാൾ വെയിറ്റ് ചെയ്തില്ലേ? അപ്പോൾ തിരുത്ത് തൃപ്തികരമല്ല. എത്ര ദിവസങ്ങളായി വെയിറ്റ് ചെയ്തിട്ടില്ലേ മണികണ്ഠൻ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു. എനിക്ക് മാധ്യമങ്ങളോടും പ്രവർത്തകരോടും പറയാനുള്ളത്, നിങ്ങളുടെ മുമ്പിൽ വരുന്ന പരാതികൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് നിങ്ങളുടെ ലോജിക്കിൽ, നിങ്ങളുടെ കോമൺ സെൻസിൽ യോജിക്കുന്നതാണോ, അല്ലെങ്കിൽ അതൊന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് വന്ന വഴി തന്നെ കൊള്ളാം, നല്ല മസാലയുള്ള ഒരു വാർത്തയാണ് എന്ന് പറഞ്ഞ് അത് ഇട്ട് കച്ചവടമാക്കുമ്പോൾ ഇല്ലാതെ ആവുന്നത് ഒരുത്തൻ്റെ കുടുംബമാണ്, അവൻ്റെ സൊസൈറ്റിയാണ്, അവൻ വെറുക്കപ്പെടുകയാണ്. മുന്നോട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു വാതിൽ നിങ്ങളാൽ തുറന്നു കൊടുക്കപ്പെടുകയാണെന്നും ചിന്തിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ് ഉള്ളത്. തീർച്ചയായിട്ടും മണികണ്ഠൻ പറയുന്ന പോയിന്റുകൾ കൃത്യമാണ്. ഏതാണ് സിനിമകൾ സത്യം പറഞ്ഞാൽ വളരെ കുറവ് ആണ് മൊത്തം സിനിമകൾ നടക്കുന്നത്. കാരണം പല വിഷയങ്ങളുണ്ട്. എന്നാലും അത്യാവശ്യം
എൻക്വയറികൾ നടക്കുന്നു. ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടൊക്കെ വർക്കൗട്ടുകളും ശരീരമൊക്കെ ഒന്ന് ഒതുങ്ങി. അങ്ങനെ മലയാളമോ തമിഴോ? മലയാളം ഉണ്ട്. പിന്നെ തമിഴ് ഒരെണ്ണം വിജയ് സേതുപതിയുടെ ഒരു വെബ് സീരീസ് വരാനുണ്ട്. അത് കേരളത്തിൽ വെച്ചിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറേ നാളായി പറഞ്ഞിട്ട്, അത് ഇവിടുത്തെ ഷെഡ്യൂൾ പ്ലാൻ ആയിട്ടില്ല. അത് വരുമ്പോൾ അതിനകത്തൊരു ലീഡിങ് ക്യാരക്ടറുണ്ട്. അങ്ങനൊരു 3-4, പിന്നെ ശശികുമാറിൻ്റെ കൂടെ ഒരു പടം ചെയ്തിട്ടുണ്ട് തമിഴിൽ. അത് റിലീസ് വെയിറ്റ് ചെയ്യുന്നു. പിന്നെ കുറച്ച് കഥകളൊക്കെ കേട്ട് ഇങ്ങനെ പോകുന്നു. മലയാളം വലിയ സിനിമയാണ്. അതെ, വലിയ ഒരു, എനിക്ക് വേണമെങ്കിൽ കമ്മട്ടിപ്പാടത്തിൻ്റെ വീണ്ടും ഒരു കമ്മട്ടിപ്പാടം എന്ന് പറയാം. ആ രീതിയിൽ ക്യാരക്ടറുണ്ട്. ആഗ്രഹിക്കുന്നു അതങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് പണിയെടുക്കാനുള്ള ഒരു ക്യാരക്ടറാണ്. അത്യാവശ്യം അങ്ങനെയൊക്കെ പോകുന്നു. നന്നായി പോട്ടെ മണികണ്ഠൻ. ഈ പറഞ്ഞതുപോലെ ഒരു തെറ്റ് പറ്റിയാൽ തിരുത്താൻ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തയ്യാറാകണം. തയ്യാറായില്ലെങ്കിൽ ഈ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് മണികണ്ഠൻ ചൂണ്ടിക്കാണിച്ചത്. മണികണ്ഠ കൂടെ ഉണ്ടാകും, പോരാട്ടത്തിനും എന്തിനും. മണികണ്ഠൻ്റെ കൂടെ പൂർണ്ണമായിട്ടും ഒരു ഫാമിലി ഫ്രണ്ട് എന്ന നിലയിൽ കൂടെ ഉണ്ടാകും. മാധ്യമപ്രവർത്തനം മാറ്റി നിർത്തിക്കും, കൂടെ ഉണ്ടാകും. താങ്ക് യു. എന്തായാലും ജനങ്ങൾ ഇത് കാണട്ടെ, ജനങ്ങൾ ഇത് വിധി എഴുതട്ടെ. തീർച്ചയായിട്ടും. നമസ്കാരം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.